തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി BJP-ക്കാർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ആരാകും മഹാരാഷ്ട്രയിലെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ളത്. ഈ തീരുമാനത്തിന് സമയമെടുക്കുന്നുവെങ്കിലും തർക്കമില്ലാതെ തീരുമെന്നാണ് BJP വൃത്തങ്ങൾ തന്നെ പറയുന്നത്. സംസ്ഥാനത്തെ BJP പ്രവർത്തകരുടെ വികാരങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തിട്ടാകും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നത് വ്യക്തമാവുകയാണ്. അതായത് 14ാം നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതോടെ സസ്പെൻസ് ബാക്കി വെച്ച് നിലവിലെ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ രാജിവെച്ചിരിക്കുകയാണ്. ഇതോടെ തങ്ങൾ കാക്കുന്ന തീരുമാനം ആഘോഷിക്കാൻ BJP പ്രവർത്തകർ തയ്യാറെടുത്തു കഴിഞ്ഞു. 2022 മുതൽ പാർട്ടി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി പദം എന്നുള്ളത്. കഴിഞ്ഞ തവണ BJP ശിവസേന സഖ്യ രൂപീകരണത്തിന് സമ്മാനമായി ഏക്നാഥ് ഷിൻഡെയ്ക്ക് BJP കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയുടെ പദവി നൽകുകയായിരുന്നു. എന്നാൽ ഇത്തവണ നിയമസഭയിൽ BJPക്ക് അംഗങ്ങളുടെ എണ്ണം ഏറിയതോടെ ആവശ്യത്തിന്റെ ശക്തിയും അളവും കൂടിയിരിക്കുകയാണ്. എന്നാൽ ശിവസേന വെറുതെ ഇരിക്കുന്നില്ല. ഷിൻഡെയ്ക്ക് വേണ്ടി അവർ ശക്തിയുക്തം വാദിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ബീഹാർ മോഡൽ മഹാരാഷ്ട്രയിലും എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ എന്നതാണ് ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നത്. മുഖ്യമന്ത്രി പദം ഫട്നാവിസിന് കൊടുക്കുന്നതിനോട് അജിത് പവാറിനും യോജിപ്പുണ്ട്. BJPക്ക് 132 MLA-മാരും ശിവസേനയ്ക്ക് 57ഉം NCPക്ക് 41 MLA-മാരാണുള്ളത്. 288 അംഗസഭയിൽ 145 എന്ന ഭൂരിപക്ഷ സഖ്യം കടക്കാൻ BJPക്ക് 2 സഖ്യകക്ഷികളിൽ ഒരാളുടെ പിന്തുണ മതിയാകും. അതുകൊണ്ട് തന്നെ ഷിൻഡെയ്ക്ക് വലിയ തോതിൽ വിലപേശലിന് കളമില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഷിൻഡെ വിഭാഗം നേതാവ് ദീപക് കേസർക്കർ പറയുന്നത്. തനിക്ക് പിന്തുണയുമായി ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തടിച്ചുകൂടേണ്ടെന്ന് പ്രവർത്തകരോട് ഷിൻഡെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഏക്നാഥ് ഷിൻഡെയെ ചേർത്ത് നിർത്തിയുള്ള ഫോർമുലയ്ക്കാണ് തീരുമാനം നീളുന്നത്. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തിനായും സാധ്യമായില്ലെങ്കിൽ പ്രധാന വകുപ്പുകൾക്കായും ഷിൻഡെ സമ്മർദ്ദം തുടരുകയാണ്. BJPക്ക് 21 മന്ത്രിമാർ തന്നെ ഉണ്ടാകും. 12 മന്ത്രിസ്ഥാനം ഷിൻഡെ വിഭാഗത്തിനും 10 NCPക്കും കിട്ടുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്കുള്ള നിരീക്ഷകരെ 2 ദിവസത്തിനകം നിശ്ചയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. BJPക്ക് കിട്ടിയ വൻപിച്ച ജനപിന്തുണ കണക്കിലെടുത്ത് മുതിർന്ന മന്ത്രിമാരെയും നേതാക്കളെയും നിരീക്ഷകരായി നിയോഗിച്ച വലിയ രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് BJPയുടെ നീക്കം. അതിനുശേഷം മുംബൈയിൽ BJP നിയമസഭാ കക്ഷിയോഗം നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന് MLA-മാരുമായി ആലോചിച്ച് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്ത് യോഗത്തിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് റിപ്പോർട്ടുകൾ.